നമസ്കാരം. ഇന്ന് നടന്നൊരു കൊല. ഒരു യുവാവ് ഭാര്യയെയും തൻ്റെ സുഹൃത്തിനെയും വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നു. ഭാര്യയും കുഞ്ഞും ആയിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്ന സ്വന്തം പ്രിയ സുഹൃത്തും ആയിട്ട് വളരെ സ്നേഹത്തോടെ കഴിഞ്ഞുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ബൈജു. ബൈജുവിന് തൻ്റെ സുഹൃത്തിനെയും തൻ്റെ ഭാര്യയെയും ഒരു സാഹചര്യം തൊട്ട് ഒരു സംശയത്തിൻ്റെ നിഴലിലേക്കാണ് കാണാൻ തുടങ്ങിയത്. സംശയമല്ല, അത് ശരിവെക്കുന്ന രീതിയിലുള്ള തെളിവുകളും ബൈജുവിന് ലഭിച്ചു തുടങ്ങി. ബൈജുവും വിഷ്ണുവും വളരെ നല്ല സുഹൃത്തുക്കളായിരുന്നു. ഒരുമിച്ച് പണിക്ക് പോകുന്നു, അയൽവക്കങ്ങളിൽ താമസിക്കുന്നു, വളരെ സ്നേഹത്തോടു കൂടി കഴിഞ്ഞിരുന്നവരാണ്. വിഷ്ണു വിവാഹം കഴിച്ചിട്ടില്ല, അമ്മയുമൊത്ത് താമസിക്കുന്നു. അങ്ങനെ വരവെയാണ് ബൈജുവിന് തൻ്റെ ഭാര്യയിൽ ഒരു സംശയമുണ്ടാകുന്നത്. ബൈജു അത് പലതവണയെ ശ്രദ്ധിക്കുന്നു. വീട്ടിൽ പണത്തിൻ്റെ ഇടപാടുകൾ നടത്തുന്ന സമയങ്ങളിൽ വൈഷ്ണയുടെ കയ്യിൽ നിന്നും പൈസ എവിടെയോ നഷ്ടമാകുന്നുണ്ട് എന്നൊരു തോന്നൽ ബൈജുവിന് വന്നു തുടങ്ങി. വീട് പണികളൊക്കെ നടക്കുവാണ്, പൈസയുടെ ചിലവുകളുണ്ട്. എന്നിരുന്നാലും പൈസ അമിതമായിട്ട് എവിടെയോ പോകുന്നത് ബൈജു ശ്രദ്ധിക്കുന്നുണ്ട്. ചോദിച്ചിരുന്നില്ല. പതിയെ പതിയെ ബൈജുവിന് സംശയം മൂത്ത് കഴിഞ്ഞപ്പോൾ ബൈജു വീടൊക്കെ ഒന്ന് അരിച്ചു പെറുക്കിയപ്പോൾ മറ്റൊരു മൊബൈൽ ഫോണും കൂടി തനിക്കറിയാത്ത മറ്റൊരു മൊബൈൽ ഫോണും കൂടി ഭാര്യയുടെ പക്കൽ നിന്ന് കണ്ടെത്താൻ ബൈജുവിന് കഴിഞ്ഞു. ഈ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോഴാണ് അതിൽ കണ്ടിരിക്കുന്നത് വിഷ്ണുവിന് അയക്കുന്ന മെസ്സേജുകൾ. വിഷ്ണുവുമായിട്ടുള്ള ബന്ധം ഉറപ്പിക്കുന്ന തരത്തിലുള്ള മൊബൈൽ സന്ദേശങ്ങളാണ് ലഭിച്ചത്. അങ്ങനെ വരവെ ബൈജുവിന് വൈഷ്ണയെയും വിഷ്ണുവിനേലും അതിക്രൂരമായിട്ട് വെട്ടിക്കൊലപ്പെടുത്താനായിട്ട് ഒരു ഉൾവിളിയുണ്ടായി. ഇത് രണ്ട് ഭാഗത്തു നിന്ന് ചിന്തിക്കാം. ബൈജുവിൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിച്ചാൽ ഇത് ശരിയാണ്. കാരണം ഒരു അവിഹിതമാണെങ്കിൽ അത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. ഇനി മറ്റൊരു വശം നമുക്കറിയില്ല, മറ്റൊരു വശം കൂടി നമ്മൾ കേട്ടിട്ടില്ല. ഇനി സംശയത്തിന് പുറത്താണോ എങ്കിലും മറ്റൊരു മൊബൈൽ ഫോൺ ഭർത്താവ് അറിയാതെ സൂക്ഷിച്ചുവെന്ന് പറയുന്നതിൽ തന്നെ ഒരു കള്ളത്തരം ഒളിഞ്ഞിരിക്കുന്നു. അവിഹിതങ്ങൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. പല കൊലപാതകങ്ങൾക്ക് പിന്നിലും ഇതുപോലുള്ള ബന്ധങ്ങളാണ് എന്ന് കാണാനായിട്ട് കഴിയും.